ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി ഉണ്ടായ വെള്ളക്കെട്ടിൽ വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ ദേശീയപാത അതോറിറ്റിയെ പ്രതി ചേർത്തു. പ്രാഥമിക അന്വേഷണത്തിൽ ദേശീയപാത അതോറിറ്റിക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയതായി കണ്ടെത്തി. കോട്ടുള്ളി സ്വദേശി രഞ്ജിത്താണ് ഈ കുഴിയിൽ വീണ് മരിച്ചത്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന്. രാഹുൽ, നാഷണൽ ഹൈവേ അതോറിറ്റി ഈ പരാതിയൊന്നും പലപ്പോഴും പരിഗണിക്കാറില്ല. കുഴിയുണ്ട്, അതൊന്നും അവരുടെ വിഷയമല്ല. ഇപ്പോൾ അവരെ പ്രതിയേർക്കപ്പെട്ടു എന്നാണോ വരുന്നത്? തീർച്ചയായിട്ടും അങ്ങനെയാണ് സ്കേൻ. അതായത് ഫെബ്രുവരി 3-ാം തീയതിയാണ് ഈ രഞ്ജിത്ത് മരിക്കുന്നത്. അതായത് ദേശീയപാത നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ വീണാണ് രഞ്ജിത്ത് മരിക്കുന്നത്. രഞ്ജിത്ത് ഓൺലൈൻ ഭക്ഷണ വിതരണ ജീവനക്കാരൻ കൂടിയായിരുന്നു. ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിനായിരുന്നു ചേവായൂർ പോലീസ് കേസെടുത്തിരുന്നത്. ഈ അന്വേഷണത്തിൽ തന്നെ ദേശീയപാത അതോറിറ്റിക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കൂടുതൽ നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് കഴിഞ്ഞ ദിവസം രഞ്ജിത്തിന്റെ കുടുംബം വീണ്ടും പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചേവായൂർ പോലീസ് അന്വേഷണം മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം കൂടി ചുമത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയപാത അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ പ്രൊജക്ട് മാനേജർ, സേഫ്റ്റി മാനേജർ എന്നിവരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. എന്താണെങ്കിലും പ്രാഥമികമായി ഉള്ള അന്വേഷണത്തിൽ ഈ ദേശീയപാത അതോറിറ്റിക്ക് വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇനി എന്ത് നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. അതേസമയം രഞ്ജിത്തിന്റെ കുടുംബത്തിന് അടിയന്തര സഹായമായി 4 ലക്ഷം രൂപ നൽകാമെന്നും കമ്പനി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു രാഹുൽ സുരേഷ്.